പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. കഥയുടെ പേര് വളർത്തുമൃഗങ്ങൾ എന്നാണ്. സർക്കസിൻ്റെ ലോകവും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ജീവിതവുമാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീ ജീവിതങ്ങൾ അതിനകത്ത് എത്രമാത്രം ഒരു സർക്കസ് കൂടാരത്തിൽ അനുഭവിക്കുന്നു എന്ന കാര്യം നമുക്ക് ഈ കഥയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പിന്നെ ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു അവസാനമില്ലായ്മ, മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ, ഒരു സർക്കസ് കൂടാരത്തിലെ സ്ത്രീ ജീവിതം എങ്ങനെ നേരിടുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് വളർത്തുമൃഗങ്ങൾ. വളർത്തുമൃഗങ്ങൾ, MT വാസുദേവൻ നായർ. നേർത്ത നിലാവ് തുറന്നിട്ട ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. മൂടൽമഞ്ഞിന്റെ മങ്ങിയ യവനികയിലൂടെ ദൂരെയുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരകൾ അവ്യക്തമായ നിഴൽപ്പാടുകൾ പോലെ കാണാമായിരുന്നു. രാത്രിയുടെ തണുത്തുറഞ്ഞ നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തിരിക്കുകയാണ്. ജാനമ്മ മെത്തയിൽ അനങ്ങാതെ കിടന്നു. പാതിരയായി കാണും, എന്നിട്ടും ഉറക്കം വരുന്നില്ല. നിശബ്ദതയുടെ മരവിച്ച മേനിയെ വേദനിപ്പിച്ചുകൊണ്ട് ദൂരെ സർക്കസ് ടെന്റിൽ നിന്നും നേർത്ത ബാൻഡ് സംഗീതം ഒഴുകി വരികയാണ്. രണ്ടാമത്തെ ഷോ കഴിയാറായിരിക്കുന്നുവെന്ന് ജാനമ്മ ഓർത്തു. എത്ര നേരമാണ് ഇങ്ങനെ കണ്ണും തുറന്നു കിടക്കുക? ജനാലയിലൂടെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പകച്ചു നോക്കിക്കൊണ്ട് ജാനമ്മ കിടന്നു. കൈ വേദനിക്കുന്നു. ശ്വാസോച്ഛ്വാസത്തിൽ മാറിടം ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ കൂടി കൈ നോവുകയാണ്. മാറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വലതു കൈയിന്റെ പ്ലാസ്റ്റർ പൊതിഞ്ഞ ഭാഗത്തേക്ക് അവൾ അറിയാതെ തന്നെ ഇടത്തെ കൈവിരലുകൾ നീങ്ങി. പുറം വേദന എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മണിക്കൂറുകളായി അവൾ അതേ കിടപ്പിൽ കിടക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പ്രയാസം. അനങ്ങുമ്പോൾ പരുക്കേറ്റ കൈ അസഹ്യമായി വേദനിക്കുന്നു. മുറിയുടെ ഒരു മൂലയിൽ കിടക്കുന്ന ലക്ഷ്മിയെ ഒരു ദിവസം അവൾ ശ്രദ്ധിച്ചു. ലക്ഷ്മി നിർബാധമായി ഉറങ്ങുകയാണ്. അവളുടെ ജീവിതത്തെപ്പറ്റി ജാനമ്മ മുമ്പും ആലോചിച്ചിട്ടുണ്ട്. ജാനമ്മ കമ്പനിയിൽ പ്രവേശിച്ച കാലത്ത് ലക്ഷ്മി പ്രധാന കളിക്കാരിയായിരുന്നു. മറ്റുള്ളവരെ നിയന്ത്രിച്ചിരുന്നതും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും അവളായിരുന്നു. ഇന്ന് ലക്ഷ്മി പരിചാരികയായി തീർന്നിരിക്കുകയാണ്. കാരണമുണ്ട്. അവളുടെ പ്രായം 40-ലപ്പുറം കടന്നു. വിദഗ്ധമായ മേക്കപ്പ് കൊണ്ട് മുഖത്തെ ചുളിവുകൾ മറയ്ക്കാൻ വയ്യാതായപ്പോൾ അവൾ തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. അവളുടെ യുവത്വം ചോർന്നു പോയി കഴിഞ്ഞിരുന്നു. അത് ലോകത്തിൽ പതിവാണെന്ന് ജാനമ്മയ്ക്ക് അറിയാമായിരുന്നു. പൂക്കൾ വാടും, കൊഴിഞ്ഞു വീഴും. ആ സ്ഥാനത്ത് പുതിയ മൊട്ടുകൾ വിടരും. പുതുമ നശിച്ചുവെങ്കിലും വാടിക്കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുഷ്പമായിരുന്നു ജാനമ്മ. ജാനമ്മ വീണ്ടും ചെവിയോർത്തു. ബാൻഡിന്റെ നേർത്ത ശബ്ദം. അവസാനത്തെ വേലയായിരിക്കണം. ഫ്ലൈയിങ് ട്രപ്പീസിന്റെ പശ്ചാത്തല സംഗീതമാണ് കേൾക്കുന്നത്. അതോടൊത്ത് എണ്ണമറ്റ കാഴ്ചക്കാരുടെ ഹൃദയവും ഉച്ചത്തിൽ തുടിക്കുമായിരിക്കും. പറക്കുന്ന ട്രപ്പീസ്. അതോർത്തപ്പോൾ ജാനമ്മയുടെ കരളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടാതിരുന്നില്ല. തലേന്നു രാത്രിയിലെ വീഴ്ച അതോർക്കുമ്പോൾ പരുക്കേറ്റ കൈത്തണ്ടയിലെ വേദന ഇരട്ടിക്കുകയാണ്. അവൾ അനങ്ങാതെ കിടന്നു. ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ. കണ്ണിറുക്കെ ചിമ്മി വേദന കടിച്ചിറക്കിക്കൊണ്ട് അവൾ ദീനസ്വരത്തിൽ ഞരങ്ങി. ഹാവൂ. ഒരുറക്കം കഴിഞ്ഞ് ലക്ഷ്മി ഉണർന്നപ്പോഴും ജാനമ്മ ഉറങ്ങിയിട്ടില്ല. അവൾ പതുക്കെ തല ഉയർത്തി ചോദിച്ചു, ജാനമ്മ ഉറങ്ങിയില്ലേ? ഇല്ല. കൈ നോവുന്നോ? വല്ലാതെ. അവൾ വീണ്ടും ഞരങ്ങി. ലക്ഷ്മി വീണ്ടും ഉറക്കമായി. പരിപൂർണ നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തിരിക്കുകയാണ്. ജാനമ്മ ശ്രദ്ധിച്ചു. ഇല്ല, ബാൻഡിന്റെ സംഗീതം കേൾക്കുന്നില്ല. കളി അവസാനിച്ചിരിക്കും. താഴെ റോഡിൽ നിന്നും സർക്കസ് ലോറിയുടെ ഇരമ്പം കേൾക്കാമായിരുന്നു. അവളുടെ കൂട്ടുകാരികൾ മടങ്ങി വരികയാണ്. കോണി കയറുന്ന ശബ്ദം. അവർ മുറിയിൽ കടന്നു വന്നു. എല്ലാവരും ക്ഷീണിച്ച് വിവശരായിരിക്കുന്നു. ജാനമ്മ കണ്ണടച്ച് ഉറങ്ങിയ പോലെ കിടന്നു. വൈദ്യുത ദീപം മുറിയിൽ പ്രകാശിച്ചു. ശരീരത്തോട് ഇറുകിച്ചേർന്ന ഉടുപ്പുകൾ അഴിച്ചുമാറ്റി കിടക്കേണ്ട താമസം. എല്ലാവരും ഉറക്കമായി. ഇനി സൂര്യൻ ഉച്ചയിലെത്തുമ്പോൾ മാത്രമേ അവർ കണ്ണു തുറക്കൂ. പട്ടണത്തിലെ ഒരു ഭേദപ്പെട്ട ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. മാനേജർക്ക് മാത്രമേ സ്പെഷ്യൽ റൂമുള്ളൂ. സ്ത്രീകൾ 3 മുറികളിലായി തിങ്ങിക്കൂടിയിരിക്കുന്നു. ആണുങ്ങളെല്ലാം താഴത്തെ നിലയിലാണ്. താഴ്ന്ന ക്കിടയിലുള്ള ജോലിക്കാരെല്ലാം ടെന്റിൽ തന്നെയാണ് രാത്രി കഴിച്ചുകൂട്ടുക. തലേ ദിവസം രാത്രിയിലാണത്. രണ്ടാമത്തെ ഷോ അവസാനിക്കാറായിരുന്നു.
പറക്കുന്ന ട്രപ്പീസിലെ വേലകളാണ് ഏറ്റവും ഒടുവിൽ. ജാനമ്മയുടെ വൈദഗ്ധ്യം മുഴുവൻ അതിലാണെന്ന് കമ്പനിയിൽ എല്ലാവർക്കും ബോധ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളായി അവൾ മുടങ്ങാതെ ട്രപ്പീസിൽ കസർത്ത് കാണിക്കാറുള്ളതാണ്. വളരെ ഉയരത്തിലാണ് ട്രപ്പീസുകൾ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നത്. താഴെ നിലത്തുനിന്ന് ഒരാൾ ഉയരത്തിൽ വല കെട്ടിയിട്ടുണ്ട്. ജാനമ്മയും കൂട്ടുകാരിയും രണ്ടറ്റത്തുമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അഭിമുഖമായി നിന്നു. അവൾക്ക് പരിഭ്രമം ഉണ്ടായിരുന്നില്ല. അത്രയധികം അവൾ അതിൽ പരിചയം നേടിയിട്ടുണ്ട്. കാഴ്ചക്കാരുടെ എണ്ണമറ്റ കണ്ണുകൾ ഭയവും അത്ഭുതവും കൊണ്ട് വിടർന്നു നിൽക്കുമ്പോൾ ശാന്തമായി പ്രദർശനം ആരംഭിച്ചു. വർദ്ധിച്ച വേഗത്തിൽ ഒരു കൈവിട്ടും 2 കൈവിട്ടും അവർ വായുവിൽ നീങ്ങുകയാണ്. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒരു ട്രപ്പീസിൽ നിന്ന് മറ്റേ ട്രപ്പീസിലേക്ക്. ഒന്നിലധികം തവണ ഒരു ട്രപ്പീസിന്റെ പിടുത്തം വിട്ട് അന്തരീക്ഷത്തിൽ അവലംബമില്ലാതെ നിന്ന് കൂട്ടുകാരി അയച്ചു കൊടുക്കുന്ന ട്രപ്പീസ് കൃത്യമായി പിടിച്ചുകൊണ്ട് ജാനമ്മ സഞ്ചരിച്ചു. സദസ്യരിൽ നിന്ന് കരഘോഷമുയർന്നു. പക്ഷേ ജാനമ്മയ്ക്ക് അതൊരു പുതുമയുള്ള കാര്യമായിരുന്നില്ല. താഴെ വൃത്താകൃതിയിൽ കെട്ടിയുണ്ടാക്കിയ ബാൽക്കണിയിൽ എണ്ണമറ്റ മനുഷ്യർ അടക്കിപ്പിടിച്ച ഉത്കണ്ഠയോടെ അവളെ വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം തന്നെ അവൾ വിസ്മരിച്ച പോലെ തോന്നും. കടുകിട പിഴച്ചാലെല്ലാം തകരാറിലാവുന്ന ഈ പ്രദർശനം കാണികളുടെ മനസ്സിൽ 100 ചോദ്യങ്ങൾ ഉണർത്തിവിടുകയാണ്. ഇവർക്ക് ജീവനിൽ കൊതിയില്ലേ? ഇവരും മനുഷ്യരാണോ? കാഴ്ചക്കാർ തന്നെ പറ്റി എന്താണ് വിചാരിക്കുകയെന്ന് ജാനമ്മ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത്രയും യാന്ത്രികമായി അവൾ അത് ചെയ്തു തീർക്കുന്നു എന്നു മാത്രം. അതിനിടയ്ക്കാണ് അബദ്ധം പിണഞ്ഞത്. വാസ്തവത്തിൽ പിശക് ആരുടെ പക്കലായിരുന്നു? അബദ്ധം പ്രവർത്തിച്ചത് കൂട്ടുകാരി മാധവിയാണ്. സമയവും ദൂരവും കൃത്യമാക്കി അവൾ മറുഭാഗത്തെ ട്രപ്പീസ് അയച്ചു കൊടുക്കേണ്ടതായിരുന്നു. ജാനമ്മ വീണു. പക്ഷേ അതൊരു സാധാരണ വീഴ്ചയായിരുന്നില്ല. ട്രപ്പീസിൽ നിന്ന് മുമ്പും അവൾ വീണിട്ടുണ്ട്. താഴെ ദൃഢമായി കെട്ടി ഉറപ്പിച്ച ചൂടി വലയിലാണ് ചെന്നു വീഴുക പതിവ്. കാണികളെ ചിരിപ്പിക്കാൻ ക്ലൗൺ കുള്ളൻ രാമു 100 വട്ടം അവിടെ ചെന്നു വീഴാറില്ലേ? പക്ഷേ ജാനമ്മയുടെ വീഴ്ച അപകടത്തിലാണ് കലാശിച്ചത്. വലയുടെ വക്കിൽ തട്ടിക്കൊണ്ട് അവൾ പുറത്തേക്ക് തെറിച്ചു. കാഴ്ചക്കാരിൽ നിന്ന് ഒരാരവം ഉയർന്നതു മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ അവൾ സർക്കസ് ലോറിയിൽ കിടക്കുകയാണ്. വൈദ്യുത പ്രഭയണിഞ്ഞ വിജനമായ പാതയിലൂടെ ലോറി ഹോട്ടലിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അവളുടെ ചുറ്റും സ്ത്രീകളും പുരുഷന്മാരും തിങ്ങി നിൽക്കുന്നുണ്ട്. പകച്ചുകൊണ്ട് അവൾ അവരുടെ മുഖത്ത് നോക്കി. എല്ലാവരും സഹതപിക്കുന്നു. വേദന കടിച്ചുകാരുന്ന വലത്തു കൈത്തണ്ടയിൽ നോക്കിയപ്പോൾ ജാനമ്മ പൊട്ടിക്കരഞ്ഞുപോയി. സാരില്ല ജാനമ്മേ, കണ്ണമാഷ് പറഞ്ഞു. പേടിക്കാനില്ലെന്ന് ആർദ്രത നിറഞ്ഞ സ്വരത്തിൽ മാധവി പറഞ്ഞു. കണ്ണൻ മാസ്റ്റർ ആണോ കമ്പനിയിലെ ഗുരുക്കൾ? പരിക്കുപറ്റിയിടം തടവി നേരെയാക്കാനും മറ്റും ആ പ്രായം ചെന്ന കൈകൾക്ക് നല്ല തഴക്കമുണ്ട്. ലോറിയിൽ നിന്ന് ഇറങ്ങുവാൻ ജാനമ്മയ്ക്ക് 2-3 പേരുടെ സഹായം വേണ്ടി വന്നു. കണ്ണൻ മാസ്റ്റർ രാത്രിയിൽ തന്നെ കൈ പരിശോധിച്ചു. എന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ പുറത്തുപോയി. മാനേജറുടെ മുറിയിലേക്കായിരുന്നു അയാൾ. 1 മണിക്കൂറിനകം ഡോക്ടർ വന്നു. കൈത്തണ്ടയിലെ 2 എല്ലും മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാനമ്മ സ്തംഭിച്ചുപോയി. ജാനമ്മയുടെ കൈത്തണ്ട പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞ ശേഷം ഡോക്ടർ പോകുമ്പോൾ പറയുകയുണ്ടായി, പേടിക്കാനൊന്നുമില്ല, നീരുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പകൽ മുഴുവൻ ലക്ഷ്മി അവളുടെ സമീപത്തുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം പകൽ ഉറങ്ങുകയായിരുന്നു. രാത്രിയിലാണല്ലോ അവരുടെ ജോലി. വൈകുന്നേരം മാനേജർ മുറിയിലേക്ക് കടന്നു വന്നു. അയാൾ ടെന്റിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. എന്നിട്ട് മുടി ചീകി ഇളം മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് ബുഷും പാൻറ്റും ധരിച്ച് കറുത്തു തടിച്ച ഒരു മധ്യവയസ്കനാണ് മാനേജർ. കളിക്കാരികൾ ഡ്രസ്സ് ചെയ്യുകയായിരുന്നു. അയാൾ അപ്പോൾ കടന്നു വന്നത് ശരിയായില്ലെന്ന് ജാനമ്മയ്ക്ക് തോന്നി. വെറും ബ്രേസിയറും നിക്കറും മാത്രം ധരിച്ചു നിൽക്കുന്ന മാധവിയും മനജയും മറ്റും എത്ര സ്വസ്ഥമായാണ് മാനേജരോട് സംസാരിക്കുന്നത്. ലജ്ജാവഹം. പക്ഷേ അത് സർക്കസ് കമ്പനിയാണെന്ന് ജാനമ്മ ഓർത്തു. ലജ്ജാവഹമായ പലതും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു കൊച്ചു കുഞ്ഞായിരുന്ന കാലത്ത് താൻ ഇതേ സർക്കസ് കമ്പനിയിൽ ചേർന്നപ്പോൾ ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ ഇന്നും ജാനമ്മയുടെ കർണപുടങ്ങളിൽ അലയടിക്കുന്നുണ്ട്. കുഞ്ഞെ, നീയും കുടുങ്ങിയല്ലോ. ഇത് സർക്കസ് കമ്പനിയാ. ഇവിടെ മനുഷ്യരില്ല, ഒക്കെ മൃഗങ്ങളാ. ഓ, എത്ര മുമ്പാണത്. അതിൽ പിന്നെ 16 വർഷങ്ങൾ കടന്നുപോയി. മാനേജർ അവളുടെ കൈ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അതേ മട്ടിലുണ്ടെന്ന് അവൾ മറുപടിയും പറഞ്ഞു. അവളെ അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ടായിരുന്നു. അയാളുടെ സ്വരത്തിൽ സഹതാപത്തിൻ്റെ നേരിയ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെയോ കുറ്റപ്പെടുത്തുന്ന എന്തോ ഒന്നാണ് അതിലടങ്ങിയിരുന്നത്. ട്രപ്പീസിൽ ആര് വേലയെടുക്കും? മുക്കാലും
നഗ്നരായി നിന്ന് മേക്കപ്പ് നടത്തുന്ന കളിക്കാരികളുടെ നേരെ തിരിഞ്ഞ് അയാൾ ചോദിച്ചു. മാധവിയാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഞാനും കല്യാണിയും കളിച്ചോണ്ട്. ആരായാലും വേണ്ടില്ല, ഇന്നലത്തെ പോലെ ആക്സിഡന്റ് ഉണ്ടാക്കാഞ്ഞാ മതി. കമ്പനിക്കാണ് കുറച്ചില്. എന്നിട്ട് അയാൾ ചില വാസ്തവങ്ങൾ അവരുടെ മുന്നിൽ എടുത്തു കാണിച്ചു. അവിടെ 6 ദിവസം പ്രദർശനം നടത്തിയിട്ടും അവർക്ക് 5000-ത്തിലധികം ഉറുപ്പികയെ കിട്ടിയിട്ടുള്ളൂ. മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പായി ഒരു നല്ല തുക കിട്ടിയില്ലെങ്കിൽ കമ്പനി നടത്താൻ വിഷമമായിരിക്കും. കേൾക്കുന്നവർ അർഹിക്കുന്ന ഗൗരവത്തോടെ സ്വീകരിക്കുന്നുണ്ടോ എന്നൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല. അയാൾ എന്തിനതൊക്കെ നോക്കണം? ഇടയ്ക്കിടെ ഓരോ ഡോസ് കൊടുത്താലേ ഈ വളർത്തുമൃഗങ്ങൾ ശരിക്ക് പ്രവർത്തിക്കുകയുള്ളൂ. അയാൾ തിരിഞ്ഞു നടന്നു. വാതിൽക്കൽ നിന്ന് അയാൾ മുഖത്ത് പൗഡർ തേക്കുന്ന വനജയുടെ മാംസളമായ ശരീരത്തിലേക്ക് കണ്ണുകൾ പായിക്കുന്നത് കിടന്ന കിടപ്പിൽ ജാനമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞു. വനജയാണ് കമ്പനിയിലെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ചെറുപ്പം. എല്ലാവരും ഉടുത്തൊരുങ്ങി മുറി വിട്ടു. റോഡിൽ ലോറി സ്റ്റാർട്ട് ചെയ്തു നിൽക്കുകയാണ്. ഹോട്ടലിന്റെ മുൻഭാഗത്ത് കായിക വിദഗ്ധന്മാർ സ്ത്രീകൾ വരുന്നത് കാത്തു നിൽക്കുന്നു. മോട്ടോർ സൈക്കിൾ ചാടിക്കുന്ന കറുത്തു മെലിഞ്ഞ കഷണ്ടിക്കാരനും സാന്റോ കൃഷ്ണനും മാനേജറുടെ കാറിൽ കയറി. മറ്റുള്ളവർ സ്ത്രീകളും ഒരുമിച്ച് ലോറിയിലും. ജീവനുള്ള മത്സ്യം വിഴുങ്ങുന്ന കറുത്തു നീണ്ട അത്ഭുത മനുഷ്യൻ, ആനകളെയും കുതിരകളെയും വന്യമൃഗങ്ങളെയും കളിപ്പിക്കുന്ന വിദഗ്ധന്മാർ, ബാർ അഭ്യാസികൾ, സീനിയർ ക്ലൗൺ, റിംഗ് മാസ്റ്റർമാർ, ഇവരെല്ലാം അതിലുൾപ്പെടും. ലോറി നീങ്ങുന്നത് കേട്ടപ്പോൾ ജാനമ്മ നെടുവീർപ്പിട്ടു. അങ്ങനെ അനങ്ങാതെ മെത്തയിൽ വേദനകളുമായി സമരം നടത്തിക്കൊണ്ട് കിടക്കുമ്പോൾ അവളുടെ മനസ്സ് കഴിഞ്ഞ കാലത്തിലേക്ക് പറന്നകലുകയാണ്. 16 വർഷം മുമ്പാണ് ജാനമ്മ സർക്കസ് കമ്പനിയിൽ ചേർന്നത്. അന്ന് അവൾക്ക് 6 വയസ്സ് പ്രായം കാണും. ഓർമ്മിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അവൾ കൊച്ചു കുഞ്ഞായിരുന്ന കാലത്ത് ഒരു സർക്കസുകാരിയാകാൻ ആഗ്രഹിച്ചിട്ടേയില്ല. ഓർമ്മിക്കുവാൻ കഴിയുന്ന കാലത്ത് അവൾ അമ്മയൊരുമിച്ച് താമസിക്കുകയായിരുന്നു. കാറ്റടിക്കുമ്പോൾ ദീനസ്വരം പുറപ്പെടുവിക്കുന്ന ഒരു കൊച്ചു മൺകുരയിലാണ് അവളും അമ്മയും താമസിച്ചിരുന്നത്. അച്ഛനെപ്പറ്റി അവൾ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ അവൾക്കുണ്ടായിരുന്നുവോ എന്നും അറിഞ്ഞുകൂടാ. അമ്മയെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്തൊരു സ്നേഹമുള്ള സ്ത്രീ! അമ്മ എത്രയും പാടുപെട്ടിട്ടാണ് അവളെ വളർത്തിയിരുന്നത്. ജീവിക്കുവാൻ വേണ്ടി ആ കൊച്ചു കുടുംബം ഏറ്റവും വിഷമിച്ചിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം അവൾ സർക്കസ് കമ്പനിയിൽ എത്തിയതെന്ന് ജാനമ്മ ഓർത്തു. സമീപത്തുള്ള സർക്കസ് കളരിയിലെ ഗുരുക്കൾ ഒരു ദിവസം വീട്ടിൽ വന്നത് ജാനമ്മ ഇന്നും വ്യക്തമായി ഓർക്കുന്നുണ്ട്. അയാൾ അമ്മയുമായി വളരെ സമയം സംസാരിച്ചു. അഴുക്കുപുരണ്ടിരുന്ന അവളുടെ ഉടുപ്പ് മാറ്റി വൃത്തിയുള്ളതൊന്ന് ധരിപ്പിച്ചു നിർത്തിയ ശേഷം അമ്മ പറഞ്ഞു, മോള് ഇവരുടെ കൂടെ പൊക്കോ. അമ്മയ്ക്ക് അത് പറയുമ്പോൾ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. എങ്ങോട്ടാണമ്മേ? അമ്മ അതിന് ഉത്തരം പറഞ്ഞില്ല. അവർ മുഖം തിരിച്ച് കണ്ണുകൾ തുടയ്ക്കുക മാത്രമാണ് ചെയ്തത്. അമ്മ അവളുടെ എണ്ണമയമില്ലാത്ത മുടി കൈകൾ കൊണ്ട് മാടി ഒതുക്കി. അപ്പോഴാണ് അവളുടെ ശിരസിൽ ഒരു തപിച്ച ബാഷ്പബിന്ദു അടർന്നു വീണത്. ജാനമ്മയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. നിഷ്കളങ്കതയുടെ വിടർന്ന കണ്ണുകൾ അമ്മയെ അമ്പരപ്പോടെ നോക്കി. അമ്മയുടെ ശുഷ്കിച്ച കവിൾത്തടത്തിലൂടെ നീർച്ചാലുകൾ ഒഴുകുന്നു. ജാനമ്മയുടെ കണ്ണുകളും നനഞ്ഞു, കാരണമൊന്നുമില്ലാതെ. മോള് പൊയ്ക്കോ ബെർഡ വീട്ടിലേക്ക്, മോൾക്ക് വേണ്ടതൊക്കെ ഓരി തരും. അപ്പോഴാണ് അവളുടെ കുരുന്നുബുദ്ധി കാര്യം കണ്ടുപിടിച്ചത്. ഗുരുക്കൾ അയാളുടെ വീട്ടിലേക്ക് അവളെ വിരുന്നൂട്ടാൻ കൊണ്ടുപോവുകയാണ്. നല്ലത് തന്നെ. പക്ഷേ അമ്മ എന്തിനാണ് അതിനിത്ര വ്യസനിക്കുന്നത്? അവൾ പോയി. പടി കടക്കുമ്പോൾ അവൾ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടു. അവളുടെ ഹൃദയം കൂടുതൽ അസ്വസ്ഥമായി. വിചാരിച്ച പോലെ ഗുരുക്കളുടെ വീട്ടിലല്ല അവൾ ചെന്നെത്തിയത്. തലശ്ശേരി നഗരത്തിൻ്റെ ഒരു മൂലയിൽ പ്രദർശനം നടത്തിയിരുന്ന ഒരു ചെറിയ സർക്കസ് കമ്പനിയിലേക്കാണ് ഗുരുക്കൾ അവളെ കൊണ്ടുപോയത്. അപരിചിതമായ മുഖങ്ങൾ, അപരിചിതമായ ചുറ്റുപാടുകൾ. അവർക്ക് അമ്മയെ വിളിച്ച് ഉച്ചത്തിൽ കരഞ്ഞാലോ എന്ന് തോന്നി. 16 കൊല്ലങ്ങൾക്ക് മുമ്പാണത്. അതിൽ പിന്നെ എന്തെല്ലാം സംഭവിച്ചു! സർക്കസ് വേലകൾ പഠിച്ച കാലം ഓർക്കുമ്പോൾ ഇന്നും ജാനമ്മയ്ക്ക് കരച്ചിൽ വരും. തളർന്ന് താഴെ വീഴുമെന്ന് തോന്നിയാൽ കൂടി കേളുവശൻ വിടില്ല. അല്പം പാകപ്പിഴ വന്നാൽ കിഴവന്റെ കണ്ണുകൾ ചെമ്പരത്തിപ്പൂ പോലെ ചുവക്കും. വിരൽ വണ്ണത്തിലുള്ള ചൂരൽ മൃദുലമായ ശരീരത്തിൽ ആവർത്തിച്ചു വീഴും. പകൽ മുഴുവൻ വേലകൾ പഠിക്കണം. രാത്രിയിൽ പഠിച്ചത് ചിലതെല്ലാം കാണിക്കുകയും വേണം. വല്ലതും തെറ്റിയാൽ അണിയറയിൽ തിരിച്ചെത്തുമ്പോൾ ആശാന്റെ ചൂരൽ അക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടാവും. സ്നേഹം വഴിയുന്ന ലാളനകൾ ഏറ്റു ജീവിക്കേണ്ട കാലത്ത് അവൾ വിശ്രമം എന്തെന്നറിയാതെ ജോലി ചെയ്തു.
ഉടുപ്പുകളും ഭക്ഷണവും കിട്ടുന്നുണ്ട്. എങ്കിലും ജാനമ്മയ്ക്ക് ജീവിതത്തിൽ തൃപ്തി തോന്നിയില്ല. എല്ലാം അവൾ നിശബ്ദം സഹിച്ചു. രാത്രിയിൽ കളി കഴിഞ്ഞു കിടന്നാൽ അവൾക്ക് ഉറക്കം വരില്ല. മൃഗങ്ങളുടെ കൂടുകളിൽ നിന്ന് രാത്രി നിശബ്ദതയിൽ മുരളൽ കേൾക്കുമ്പോൾ അവൾ ഭയന്നു വിറച്ചു പോകും. ചിന്തയുടെ ചിറകിൽ അവൾ പ്രിയപ്പെട്ട മാതാവിൻ്റെ സവിധത്തിലേക്ക് കുതിക്കാറുണ്ട്. അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി ആ മടിയിൽ തലചായ്ച്ചു കിടന്ന് ഒന്ന് തേങ്ങിക്കരയുവാൻ ജാനമ്മയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ അവൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും എത്രയോ അകലെയായി കഴിഞ്ഞു. ജാനമ്മ വളർന്നു, അവളും കളിക്കാരിയായി. അവളുടെ സ്ഥാനത്തേക്ക് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരുന്നു. കമ്പനി അതിനകം അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. മലബാർ സർക്കസ് പ്രശസ്തി ആർജിച്ചു. ആളുകളുടെയും മൃഗങ്ങളുടെയും സംഖ്യ വർദ്ധിച്ചു. പഴയ മാനേജർ പിരിഞ്ഞുപോയി. പുതിയ ആൾ കമ്പനി ഏറ്റെടുത്തു. അത് 5 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ കമ്പനിയിൽ 4 സിംഹങ്ങളുണ്ട്, 5 നരിയുണ്ട്. കുതിരകളുടെ എണ്ണം 6ആയി. ആന 3 എണ്ണമുണ്ട്. എല്ലാത്തിനും പുറമെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം 100-ൽ പരം മനുഷ്യരും. അതെല്ലാം മാനേജർ ആവർത്തിച്ചു പറയാറുണ്ട്. സംഖ്യകളെല്ലാം അയാൾക്ക് കൃത്യമായി അറിയാം. അയാൾക്കതിൽ അഭിമാനമുണ്ട്. ഇത്രയും മൃഗങ്ങളും മനുഷ്യരും അയാളുടെ സ്വന്തമാണ്. പുതിയ മാനേജർ വന്ന ശേഷം കമ്പനിയിൽ വിദഗ്ധന്മാർ പലരും ചേർന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ ചാട്ടവും ആനയെ മാറിൽ കയറ്റലും ജീവനുള്ള മത്സ്യം വിഴുങ്ങി പുറത്തു വരുത്തലും പണ്ടുണ്ടായിരുന്നില്ല. മുതിർന്നപ്പോൾ ജാനമ്മ സർക്കസ് ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നേരിയ നൂൽപാലത്തിൽ നിന്നുകൊണ്ട് ആപൽക്കരമായ കസർത്തുകൾ കാണിച്ച് പണമുണ്ടാക്കുന്ന കൂട്ടർ. അവരെപ്പറ്റി ചിന്തിച്ചപ്പോൾ ജാനമ്മയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ചുവന്ന ഉടുപ്പുകൾ അണിഞ്ഞ് തലയിൽ ചുവന്ന ഹെൽമറ്റ് ധരിച്ച് ശാന്തനായി മോട്ടോർ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് മരണത്തിൻ്റെ വിടവ് ചാടിക്കടക്കുന്ന ആ മനുഷ്യൻ എന്തൊരു ജീവിയാണെന്ന് ജാനമ്മ ആലോചിച്ചു. അയാൾ തൻ്റെ ജീവിതകഥ ഒരവസരത്തിൽ അവളോട് പറയുകയുണ്ടായിട്ടുണ്ട്. അയാൾക്കൊരു കുടുംബമുണ്ട്. ജീവിതം പണയം വെച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് അയാൾ കുടുംബം പുലർത്തുന്നത്. നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? അവരിൽ ചിലർ അയാളോട് ചോദിച്ചിട്ടുണ്ട്. പേടി അതൊക്കെ പണ്ടേ പോയില്ലേ. ഒരു ദിവസം ചാട്ടം പിഴയ്ക്കും, അന്ന് പണിയും തീരും. അങ്ങനെ ഓരോ ദിവസവും 2 തവണ മരണത്തിൻ്റെ കവാടത്തിൽ മുട്ടിയ ശേഷം അയാൾ തിരിച്ചു പോവുകയാണ്. മിക്കവരുടെയും നില അത് തന്നെയാണെന്ന് ജാനമ്മയ്ക്ക് അറിയാമായിരുന്നു. മെഡലുകൾ തിളങ്ങുന്ന കറുത്ത ഉടുപ്പിട്ട് സിംഹക്കൂട്ടിൽ കയറി ചെല്ലുന്ന മനുഷ്യർ മരണത്തെ ഓമനിക്കുകയാണ്. ആനയുടെ കാൽച്ചുവട്ടിൽ കിടക്കലും മത്സ്യം വിഴുങ്ങലുമെല്ലാം ഒരുപോലെ അപകടകരമാണ്. അവരൊന്നും മനുഷ്യരല്ലേ? ജാനമ്മ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. താനും അതേ വർഗത്തിൽപ്പെട്ടതാണെന്ന് അടുത്ത നിമിഷം അവൾ ഓർമ്മിക്കും. കമ്പനിയുടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ട്രപ്പീസിൽ പറക്കുമ്പോഴും അവളും അപകടത്തെ ആശ്ലേഷിക്കുകയാണ്. സർക്കസ് ജീവിതത്തിനിടയ്ക്ക് ജാനമ്മ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. കുഞ്ഞേ, ഇത് സർക്കസ് കമ്പനിയാ. ഇവിടെ മനുഷ്യരില്ല, ഒക്കെ മൃഗങ്ങളാ. ആ വാക്കുകളിലടങ്ങിയ പൊരുളെന്തെന്ന് ജാനമ്മ അറിഞ്ഞത് മുതിർന്നപ്പോഴാണ്. അവിടെ ലായത്തിലും ഇരുമ്പഴികൂടുകളിലും ജീവിക്കുന്ന മൃഗങ്ങളും അതിന് പുറത്തു താമസിക്കുന്ന മനുഷ്യരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് ജാനമ്മയ്ക്ക് മനസ്സിലായി. മനുഷ്യരെ തീവ്രമായ പകയോടെ നോക്കുന്ന ആ വന്യമൃഗങ്ങൾ നാണുവിൻ്റെ ചാട്ടവായുവിൽ ചീറുമ്പോൾ ചൂളിപ്പോകാറുണ്ട്. പറയുന്നതനുസരിച്ച് അവയെല്ലാം പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മൃഗങ്ങൾക്ക് മെച്ചമുണ്ടെന്ന് ജാനമ്മയ്ക്കറിയാം. ഒരാളുടെ ആജ്ഞയ്ക്ക് മാത്രമേ അവ കീഴൊതുങ്ങേണ്ടതുള്ളൂ. കമ്പനിയിലെ മനുഷ്യരാകട്ടെ പലരെയും നിശബ്ദം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ശമ്പളം കിട്ടുന്ന ദിവസം സ്ത്രീകൾക്കിടയിൽ മുറുമുറുപ്പുയരാറുണ്ട്. ആണുങ്ങൾക്കിടയിൽ അത്ര തന്നെ പ്രതിഷേധമില്ല. അവർക്ക് ഭേദപ്പെട്ട നിലയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ മാനേജർ നിസ്സഹായനാണ്. സ്ത്രീകൾക്കെല്ലാം ശമ്പളം ചുരുക്കമാണ്. അവർ പ്രതിഷേധിക്കാറുണ്ട്. പക്ഷേ ആ സ്വരം മുറിയുടെ ചുവരുകൾക്ക് പുറത്ത് എത്താറില്ലെന്നു മാത്രം. ജാനമ്മയ്ക്ക് ശമ്പളമില്ല. അതിൻ്റെ ആവശ്യം അവൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഭക്ഷണവും ഉടുപ്പുകളുമുണ്ട്. പിന്നെ എന്തിനാണ് പണം? ആർക്കു വേണ്ടിയാണ് അവൾ പണം ഉണ്ടാക്കേണ്ടത്? ലോകത്തിൽ അവൾക്ക് ഉറ്റതായിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു വ്യക്തിയായിരുന്നു. 7 കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മയും മണ്ണടിഞ്ഞു. അന്ന് ജാനമ്മ തമിഴ്നാട്ടിലെ ഏതോ ഒരു നഗരത്തിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ് ആ വാർത്ത കൊണ്ടുവന്നത്. അങ്ങനെ വിസ്തൃതമായ പ്രപഞ്ചത്തിൽ കോടാനുകോടി മനുഷ്യർക്കിടയിൽ അവൾ തികച്ചും തനിച്ചായി.
ഒരവസരത്തിൽ മാനേജരോട് അവൾ ശമ്പളം ചോദിക്കുക തന്നെ ചെയ്തു. ലക്ഷ്മിയുടെ പ്രേരണ നിമിത്തമാണ് അവൾ അതിന് പുറപ്പെട്ടത്. ലക്ഷ്മി പറഞ്ഞത് കാര്യമാണെന്ന് ജാനമ്മയ്ക്ക് തോന്നി. ജാനമ്മേ, ഈ കാലമൊക്കെ പോവും. കയ്യിൽ കാശില്ലാണ്ടായ വയസ്സുകാലത്ത് ആരുണ്ടാവും തോണ? കണ്ടില്ലേ എൻ്റെ സ്ഥിതി. ലക്ഷ്മിയുടെ സ്ഥിതി ജാനമ്മയ്ക്ക് അറിയാമായിരുന്നു. അവൾ വെറും ഒരു പരിചാരികയായി പഴയ പ്രഭാവത്തിൻ്റെ മങ്ങിയ സ്മരണയിൽ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. മാനേജരെ സമീപിക്കാൻ ജാനമ്മയ്ക്ക് ഭയമായിരുന്നു. മാനേജർ അവളുടെ യുവത്വത്തിൽ ആദ്യമായി ഒരാക്രമണം നടത്തിയത് അയാളായിരുന്നു. ആ സ്മരണ ജാനമ്മയുടെ ഹൃദയത്തിൽ ശല്യപ്പെടുത്തുന്ന ഒരു പേക്കിനാവായി അവശേഷിച്ചിരിക്കുകയാണ്. ആ മനുഷ്യനെ ഇന്നും അവൾക്ക് ഭയമാണ്. എന്നിട്ടും അവൾ മാനേജരുടെ അടുത്ത് പോയി. മറ്റുള്ളവർക്കുള്ള പോലെ തനിക്കും ശമ്പളം വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അത് അയാളെ അമ്പരപ്പിച്ചു അത്രേ. എന്നിട്ട് അയാൾ ചോദിച്ചു, ജാനമ്മയ്ക്ക് വേണ്ടതെല്ലാം ഇവിടെ ഇല്ലേ? ഉണ്ട്, പക്ഷേ പിന്നെന്തിനാ പണം? നിനക്ക് വീട്ടുകാരും ഒന്നുമില്ലെന്ന് കണ്ണൻ മാഷ് പറഞ്ഞല്ലോ. വല്ലതും ആവശ്യം വരുമ്പോൾ ചോദിച്ചോളൂ. ജാനമ്മ തിരിച്ചു പോന്നു. അവൾ കരഞ്ഞില്ല. അവളുടെ സഹനശക്തി വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. തിക്തമായ അനുഭവങ്ങൾ അവളെ മുമ്പും ഞെക്കി ഞെരുക്കിയിട്ടുണ്ട്. കമ്പനി വിട്ട് എവിടെയെങ്കിലും പോയി പിഴച്ചാലോ എന്ന് അവൾ ആലോചിച്ച ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കണ്ണീരിൻ്റെ ഉറവിടങ്ങളെ ഉണർത്തി വിട്ടുകൊണ്ട് മാത്രമേ അവളുടെ സ്മരണയിൽ തെളിയാറുള്ളൂ. അവളുടെ യുവത്വം പൂത്തുവിടർന്ന കാലം, വിശപ്പ് കത്തിക്കാളുന്ന കണ്ണുകൾ അവളുടെ മേൽ തറയ്ക്കുന്നത് അവൾക്ക് എപ്പോഴും കാണാമായിരുന്നു. വാസ്തവത്തിൽ കമ്പനിയിലെ ആണുങ്ങളോടെല്ലാം അവൾക്ക് വെറുപ്പായിരുന്നു. അവൾ ലക്ഷ്മിയോട് സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നോക്ക് ഓരോന്നിൻ്റെ നോട്ടം. ഞാൻ പറഞ്ഞില്ലേ ജാനമ്മേ, ഇവിടെ മനുഷ്യന്മാരില്ല. ലക്ഷ്മിയുടെ ജീവിതകഥ ജാനമ്മയ്ക്കറിയാം. അവളുടെ ദേഹത്തിന് ഭംഗിയുണ്ടായിരുന്ന കാലത്ത് വൈകാരികമായ ആനന്ദം അവളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം കാർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം തൊണ്ടു മാത്രമായപ്പോൾ മൂലയിലേക്ക് വലിച്ചൊരേറും. അനുഭവങ്ങളുടെ കലവറയായ ആ പരിചാരിക പറയുകയാണ്, കുഞ്ഞേ, ഇതൊക്കെ ഇവിടെ പതിവാ. ജാനമ്മ ഭയപ്പെട്ടു. യുവത്വം ഒരു ശാപമാണെന്ന് അവൾക്ക് തോന്നി. മാനേജർ മുതൽക്ക് ക്ലൗൺ വരെയുള്ള പലരെയും പ്രീതിപ്പെടുത്തേണ്ടി വരുമെന്നോർത്തപ്പോൾ അവൾ തരിച്ചുപോയി. ജാനമ്മ അറപ്പോടെ തൻ്റെ കൂട്ടുകാരികളെ നോക്കി. അവർക്ക് ആകെ മുങ്ങിയാൽ കുളിരില്ലെന്ന അവസ്ഥയായി കഴിഞ്ഞിരുന്നു. ആണുങ്ങളുമായി തൊട്ടുരുമി നടക്കാനും കൊഞ്ചിക്കുഴയാനും അവർക്ക് മടിയില്ല. അവരോരോരുത്തരുടെയും നോട്ടം ജാനമ്മയുടെ അവജ്ഞയ്ക്ക് മറുപടി കൊടുത്തു. വാരട്ടടി, നനക്കും വരുന്നു. ജാനമ്മയുടെ ഹൃദയത്തിലും സുന്ദര സ്വപ്നങ്ങളിലും മൃദുല വികാരങ്ങളിലും കൂമ്പെടുത്തിരുന്ന ജാനമ്മയുടെ ഹൃദയത്തിലും സുന്ദര സ്വപ്നങ്ങളും മൃദുല വികാരങ്ങളും കൂമ്പെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവൾ ചന്ദ്രനെ ഓർത്തു. ബാറിൽ അഭ്യാസങ്ങൾ കാണിച്ചിരുന്ന വെളുത്ത ദൃഢഗാത്രനായ യുവാവ്. അയാൾ പുതുതായി കമ്പനിയിൽ ചേർന്നതായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പലതും അവൾ അയാളിൽ കണ്ടു. ആ കണ്ണുകൾ അവളെ നോക്കുമ്പോൾ വിശപ്പിൻ്റെ തീനാമ്പുകളില്ല അവയിൽ പടരാറുള്ളത്. പിന്നെയോ ഹൃദയത്തിൻ്റെ അടിത്തട്ടോളം ഇറങ്ങിച്ചെല്ലുന്ന എന്തോ ഒന്ന് ആ നോട്ടത്തിലുണ്ടായിരുന്നു. അയാളുടെ നീണ്ട വിരലുകൾ സ്പർശിക്കുമ്പോൾ മാത്രം അവൾ കോരിത്തരിച്ചിട്ടുണ്ട്. അയാൾ ബാറിൽ കസർത്തുകൾ കാണിക്കുമ്പോൾ അവൾ കർട്ടൻ്റെ വിടവിലൂടെ വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിട്ടുണ്ട്. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഏകാന്തതയിലൂടെയുള്ള യാത്രക്കിടയിൽ ഹൃദയമുള്ള ഒരു യുവാവിനെ കൂട്ടുകാരനായി കിട്ടിയതിൽ അവൾ അകമഴിഞ്ഞ് സന്തോഷിച്ചു. പക്ഷേ അതധികകാലം നിന്നില്ല. അതോർക്കുമ്പോൾ ജാനമ്മയുടെ കരളിൽ ഇന്നും വേദന നീറിപ്പിടിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ ഒരു രാത്രിയിലാണിത്. ഉത്തരേന്ത്യയിൽ പര്യടനം കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള അവരുടെ ആദ്യത്തെ പ്രദർശനം. രാത്രിയിൽ കളി കഴിഞ്ഞ് താമസ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. ഉടുപ്പുമാറ്റി കിടക്കാൻ ഭാവിക്കുമ്പോൾ പരിശീലനം നടത്തുന്ന ചെറുക്കന്മാരിൽ ഒരാൾ വന്നു പറഞ്ഞു, ജാനമ്മയെ വിളിക്കണ്. ആര്? മാനേജർ. ജാനമ്മ അമ്പരന്നു. കൂട്ടുകാരികളുടെ മുഖത്ത് നോക്കി ചിരിയും അർത്ഥം വെച്ചുകൊണ്ടുള്ള ചില മൂളലുകളും മാത്രമാണ് അവൾക്ക് കിട്ടിയത്. പുതിയ മാനേജർ വന്നിട്ട് 1 മാസമായിട്ടില്ല. അവൾക്ക് അയാളെ എന്തോ വല്ലാതെ ഭയമായിരുന്നു. അയാളുടെ നോട്ടമായിരുന്നു അതിന് കാരണം. അയാൾ നോക്കുമ്പോൾ ഇറച്ചിയും കൊണ്ട് വേലക്കാർ സമീപിക്കുമ്പോൾ ചിറി നക്കി തുടച്ചു നിൽക്കാറുള്ള ഒരു വലിയ വരയന്നരിയുടെ കണ്ണുകളെയാണ് അവൾക്ക് ഓർമ്മ വരിക. ജാനമ്മ പറഞ്ഞു, ഞാൻ പോവില്ല. അവളെക്കാളും 3 വയസ്സിന് മൂപ്പുള്ള മാധവി പറഞ്ഞു, പോവാതെ ഒക്കൂല. കൂട്ടുകാരികൾ ചിരിച്ചു. ജാനമ്മയെ വിളിക്കാൻ വീണ്ടും ആൾ വന്നു. ഒരുത്തി ഉപദേശിച്ചു, പോയി അന്വേഷിച്ചു വാ ജാനമ്മ.
ജാനമ്മ എഴുന്നേറ്റ് നടന്നു. യാന്ത്രികമായിരുന്നു ആ ചലനം. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചന്ദ്രനെ ഒന്നു കണ്ടെങ്കിൽ അവൾ ആശിച്ചു. മാനേജരുടെ മുറിയുടെ മുമ്പിൽ ഒരു പ്രതിമ പോലെ നിന്നു. മാനേജർ ഒരു സെറ്റിയിൽ വിശ്രമിക്കുകയായിരുന്നു. സിഗരറ്റിന്റെ പുകച്ചുരുളുകളും മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധവും മുറിയുടെ അന്തരീക്ഷത്തിൽ ചൂഴുന്നുണ്ടായിരുന്നു. ജാനമ്മേ, വാ, ഇന്നകത്ത് വാ. മദ്യലഹരി ബാധിച്ച വാക്കുകൾ. എന്തിനാ വിളിച്ചത്? അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. അകത്ത് വാ, നിന്നോട് പറയാനുണ്ട്. അവൾ പതുക്കെ അകത്തു കടന്നു. മാനേജർ എഴുന്നേറ്റ് വാതിലടച്ചു. ഞാൻ പോണു, വാതില് തുറക്ക്. വാരട്ട ജാനമ്മ, നീയാണ് മിടുക്കത്തി. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. അയാളുടെ കരങ്ങൾ സർപ്പങ്ങളെ പോലെ അവളുടെ ശരീരത്തിലേക്ക് നീളുകയാണ്. ജാനമ്മ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പിടഞ്ഞു. അവസാനം രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ ഉച്ചത്തിൽ നിലവിളിക്കുക തന്നെ ചെയ്തു. അയാളുടെ പിടുത്തം വിട്ടു. എന്നിട്ട് അയാൾ പകയോടെ ഒന്ന് നോക്കി. ചുവന്നു മറിഞ്ഞ അയാളുടെ കണ്ണുകളിൽ തീനാളങ്ങളായിരുന്നു മിന്നിയിരുന്നത്. എടേ, മുമ്പൊരു പെണ്ണ്. ഠേ! അടഞ്ഞ വാതിൽക്കൽ ഒരു ചവിട്ട്. അയാൾ പെട്ടെന്ന് നിർത്തി. പകയോടെ ജാനമ്മയെ ഒന്നുകൂടി നോക്കി. അയാൾ വാതിൽ തുറന്നു. ചന്ദ്രൻ. ജാനമ്മ ഒരണ്ണാൻ കുഞ്ഞിനെ പോലെ ഒരു മൂലയിൽ ചൂളിക്കൊണ്ടു നിൽക്കുകയായിരുന്നു. ചന്ദ്രനെ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. നിനക്കെന്ത് കാര്യം? നീ പോടാ. മാനേജർ കയർത്തു. സാർ, ഇത് കുറെ കടന്നുപോയി. ഇതെന്റെ കാര്യം. യു ഗെറ്റ് ഔട്ട്. അരിശവും ആവേശവും കൊണ്ട് വിറയ്ക്കുന്ന ആ യുവാവ് നോക്കി നിൽക്കെ തന്നെ ആ വാതിൽ പൊടുന്നനെ അടഞ്ഞു. നീറി പിടിക്കുന്ന ഓർമ്മകൾ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ചന്ദ്രൻ കമ്പനി വിട്ടത്. അയാളിപ്പോൾ എവിടെയാണാവോ? ജാനമ്മ പിറ്റേന്ന് പകൽ മുഴുവൻ കരഞ്ഞു. അവൾക്ക് ദേഷ്യവും വ്യസനവും എല്ലാം മാറി മാറി അനുഭവപ്പെട്ടു. രാത്രിയിൽ സർക്കസ് ടെന്റിന് തീ കൊടുത്താൽ എന്താണെന്ന് കൂടി അവൾ ആലോചിച്ചു. സിംഹങ്ങളെയും നരികളെയും എല്ലാം കൂട് തുറന്നു വിട്ടാലോ? നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. കൂട്ടത്തിൽ അവളും നശിക്കും. പക്ഷേ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിശബ്ദം ഇരിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. അവളെ സമാശ്വസിപ്പിക്കാൻ ലക്ഷ്മി മാത്രമുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ കണ്ണുകൾ തുടച്ചു, മുഖം കഴുകി. പൗഡർ ഇടാൻ തന്നെ അവൾ നിർബന്ധിതയായി. അതിൽ പിന്നെ കൈപ്പേറിയ അനുഭവങ്ങൾ എത്രയെത്ര അവൾ സഹിച്ചിട്ടുണ്ട്. അവളുടെ സ്ത്രീത്വം മരവിച്ചു പോയെന്ന് അവൾക്കറിയാം. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ജാനമ്മയ്ക്ക് ഇന്ന് സ്വൈരമായി കിടന്നുറങ്ങാം. കാരണമുണ്ട്. അവളുടെ യുവത്വത്തിൻ്റെ തിളക്കം അവസാനിച്ചിരിക്കുകയാണ്. പ്രായത്തിൽ കവിഞ്ഞ മാറ്റം അവളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവളുടെ കണ്ണുകളിലെ പ്രകാശവും കവിളിണയിലെ ചുവപ്പും അസ്തമിച്ചിരിക്കുകയാണ്. അവളെ വിളിക്കാൻ ആരും വരാറില്ല. യുവത്വത്തിൻ്റെ മലർമുട്ടുകൾ കമ്പനിയിൽ പുതുതായി വിടർന്നിട്ടുണ്ടായിരുന്നു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ജാനമ്മ പരിശ്രമിക്കാറുണ്ട്. മുമ്പിൽ ശൂന്യമായ ഒരു മരുപ്പരപ്പാണ് പരന്നുകിടക്കുന്നതെന്ന് അവൾക്കറിയാം. സ്ത്രീത്വത്തിൻ്റെതായ എല്ലാ അഭിലാഷങ്ങളും അവൾക്കുണ്ടായിട്ടുണ്ട്. പ്രേമം വഴിയുന്ന ഒരു പുരുഷ ഹൃദയത്തിൻ്റെ തുടിപ്പ് കേൾക്കാൻ അവളുടെ കരളും ഒരു കാലത്ത് വെമ്പിയിരുന്നു. സുഖകരമായ ദാമ്പത്യം അനുഭവിക്കുന്ന ഒരു ഭാര്യയുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചെഞ്ചുണ്ടുകൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ പുളകമണിയുവാൻ അവളിൽ ഒളിഞ്ഞുകിടക്കുന്ന മാതൃത്വം അഭിലഷിച്ചിട്ടുണ്ട്. അവളുടെ കിനാവുകളെല്ലാം കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ്. ജാനമ്മ സർക്കസ് കാണാൻ വരുന്ന സ്ത്രീകളെ ചിലപ്പോൾ നോക്കി നിൽക്കാറുണ്ട്. അവരെക്കുറിച്ച് അവൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അവരിൽ എന്തെല്ലാം തരക്കാരുണ്ടായിരിക്കും. കാമുകിമാർ, ഭാര്യമാർ, ഗൃഹനായികമാർ, അവിവാഹിതകൾ, എല്ലാവർക്കും ജീവിതത്തിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും. ഒരു വളർത്തുമൃഗമായി ഇങ്ങനെ എത്ര നാൾ ജീവിക്കുമെന്ന് ജാനമ്മ ആലോചിക്കാറുണ്ട്. ജാനമ്മ സാവധാനത്തിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഉറക്കം വരുന്നില്ല. നേരം പുലരാറായിരിക്കുമോ? ആകാശത്തിൻ്റെ നീലിമ മങ്ങി വിളറിയിരിക്കുകയാണ്. ദൂരെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിയുടെ കുംഭഗോപുരം അവ്യക്തമായി കാണാമായിരുന്നു. അതിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് ഒരൊറ്റപ്പെട്ട നക്ഷത്രം അവളെ നോക്കി ചിരിക്കുന്നു. ഒരു വിളറിയ ചിരി. അവൾ കണ്ണടച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം ജാനമ്മയുടെ ബാൻഡേജ് അഴിച്ചു. കൈത്തണ്ടയുടെ വളവ് തികച്ചും നികന്നിട്ടില്ല. കൈ താഴ്ത്തിയിടാൻ പ്രയാസമാണ്. ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട, നിവർത്താനൊക്കെ ആയിക്കൊള്ളും സാവധാനത്തിൽ. പക്ഷേ അവൾ ആശങ്കയോടെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. അയാൾ ഒരു തമാശ എന്നോണം പറഞ്ഞു, ഇനി കസർത്തൊന്നും കാട്ടാൻ പറ്റില്ല. മാനേജർ സമീപത്തുണ്ടായിരുന്നു. അയാൾ സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചു, കഴിയൂലേ ഡോക്ടർ? കഴിയില്ല, ഈ കരിയർ നിർത്തുക തന്നെ വേണം. മാനേജർ ചുണ്ടു കടിച്ച് നെറ്റി തടവിക്കൊണ്ട് ഒരു നിമിഷം എന്തോ ആലോചിച്ചു. ജാനമ്മയുടെ കൈ മുറിഞ്ഞത് കമ്പനിക്കൊരു നഷ്ടമായി. അവൾ നല്ലൊരു കളിക്കാരിയായിരുന്നു, വാസ്തവം തന്നെ. പക്ഷേ ഇപ്പോൾ അവൾ കമ്പനിക്കൊരു
ഭാരമായി ഉണ്ടെന്നും അയാൾ ഓർത്തു. അവിടുത്തെ കളി അവസാനിച്ചു. അടുത്ത ദിവസം കാലത്ത് അവർ സ്ഥലം വിടുകയാണ്. ടെന്റ് അഴിച്ചു കഴിഞ്ഞു. രാത്രിയിൽ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത കളി നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ നിന്ന് 60 നാഴിക ദൂരെയുള്ള നഗരത്തിലാണ്. വനജയാണ് ആ വാർത്ത അവരുടെ ഇടയിൽ കൊണ്ടുവന്നത്. ജാനമ്മയെ എന്താണ് ചെയ്യേണ്ടതെന്ന് മാനേജർ ആലോചിക്കുകയാണത്രേ. തലേ ദിവസം രാത്രിയിൽ അവൾ മാനേജറുടെ മുറിയിലായിരുന്നപ്പോൾ കിട്ടിയ വാർത്തയാണത്. അവർ മാനേജറുടെ ഉദ്ദേശത്തെപ്പറ്റി പല ഊഹങ്ങളും കൊണ്ടുവന്നു. ജാനമ്മ ആ സംഭാഷണത്തിൽ പങ്കുചേർന്നില്ല. ജനാലയുടെ ഇരുമ്പഴിയും പിടിച്ചുകൊണ്ട് വിദൂരതയിലേക്ക് കണ്ണുകൾ അയച്ച് അവൾ അങ്ങനെ നിന്നു. ഹൃദയത്തിൽ എന്തോ കനം തൂങ്ങുന്നത് പോലെ. ജാനമ്മയെ വിളിക്കാൻ വേലക്കാരൻ വന്നു. അവർ മാനേജറുടെ അടുത്തേക്ക് പോയി. അവൾക്കിപ്പോൾ മാനേജറെ സന്ദർശിക്കാൻ ഭയമില്ല. നഷ്ടപ്പെടാൻ ഇനി തനിക്കൊന്നുമില്ലെന്ന് ജാനമ്മയ്ക്ക് അറിയാമായിരുന്നു. മാനേജർ കട്ടിലിൽ ചുമരു ചാരിക്കൊണ്ട് ചാഞ്ഞിരിക്കുകയാണ്. അയാൾ മര്യാദയുടെ പേരിൽ ഒന്ന് ചിരിച്ചു. ജാനമ്മേ, കൈ എങ്ങനെയുണ്ട്? ഒക്കെ ഭേദമായി. പൈജാമയിൽ വീണ സിഗരറ്റിന്റെ ചാരം തട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? അവൾ നിർവികാരയായി അയാളുടെ മുഖത്ത് നോക്കി. ജാനമ്മയ്ക്ക് ഇനി വേല എടുക്കാൻ കഴിയില്ല എന്ന് ജാനമ്മ കേട്ടില്ലേ? ഉവ്. ആ വാക്കിന് വല്ലാത്ത കനമുണ്ടായിരുന്നു. കമ്പനി ആകപ്പാടെ കുറെ ബുദ്ധിമുട്ടിലാണ്. മൃഗങ്ങളൊക്കെ മോശമായിരിക്കുന്നു. സിംഹങ്ങളിൽ ഒന്ന് ചാവാറായിരിക്കുന്നു. പണത്തിൻ്റെ കാര്യം വലിയ വിഷമം. എല്ലാം കൂടി നോക്കുമ്പോൾ കുറച്ചാളെ പിരിക്കണമെന്നാ. അയാൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കമ്പനിയിൽ നിൽക്കുന്നതിന് വിരോധമല്ല, എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ. അതിൻ്റെ അർത്ഥം ജാനമ്മയ്ക്കറിയാം. ലക്ഷ്മിയെ പോലെ മറ്റുള്ളവർക്ക് പരിചര്യകൾ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്തു പറയുന്നു ജാനമ്മ? ഞാൻ പോകുന്നു. അത് അവളുടെ സ്വന്തം ശബ്ദമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അവളുടെ അന്ധകരണത്തിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉയരുന്നത് പോലെ തോന്നി. എങ്ങോട്ട്? ജാനമ്മ ഞെട്ടിപ്പോയി. സർക്കസ് ടെന്റിന് പുറത്തുള്ള വിസ്തൃതമായ പ്രപഞ്ചം. ശക്തിയേറ്റ കൈത്തണ്ടയുമായി വരുന്ന സർക്കസുകാരിയെ സ്വീകരിക്കാൻ തയ്യാറുണ്ടാവുമോ? അവൾ ചിന്തിച്ചു. ഒരു നിമിഷം. മാനേജർ വിജയഭാവത്തിൽ മന്ദഹസിച്ചു. കാര്യം തുറന്നു പറയാതെ കഴിഞ്ഞല്ലോ. അയാൾ മേശ തുറന്ന് പേഴ്സെടുത്ത് 5-10 രൂപ നോട്ടുകൾ എണ്ണിയെടുത്തു. മാനേജറുടെ ദയാബുദ്ധി നീട്ടിയ ആ കടലാസു തുണ്ടുകളെ തുറിച്ചു നോക്കിക്കൊണ്ട് ജാനമ്മ ഒരു ശിലാപ്രതിമ പോലെ നിന്നു.